എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു ക്വിക്ക് ആൻഡ് ഈസി ചിക്കൻ സാലഡ് നോക്കിയാലോ. അതിനു വേണ്ടി ആവശ്യമുള്ളത് ചിക്കൻ്റെ ബ്രസ്റ്റ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ബ്രോക്കോളി, സുക്കീനി എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുകയാണ്. പിന്നെ ഉള്ളിയുടെ ടേസ്റ്റ്, സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതെടുക്കാം. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉള്ളതുകൊണ്ട് സ്പ്രിംഗ് ഓണിയൻ, പിന്നെ കുറച്ച് നാരങ്ങ നീര് വേണം, അപ്പോൾ നാരങ്ങ വേണം, പിന്നെ ഇച്ചിരി ബട്ടർ, പിന്നെ നമുക്ക് സീസണിങ് ഉപ്പും പെപ്പറും, പിന്നെ ഇറ്റാലിയൻ സീസണിങ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നതാണ്. ലൈക്ക് ഒറഗാനോ, സ്മീരിയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് വേരിയേഷൻസ് ഇതിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റിലേക്ക് ആവശ്യത്തിന് ഉപ്പും പെപ്പറും ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. പെപ്പർ ഇടാം. ഇത് 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് എത്ര പേരാണോ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കിതിൻ്റെ എമൗണ്ട്, ക്വാണ്ടിറ്റി എല്ലാം ഡബിൾ ആക്കി എടുക്കാം. പിന്നെ നമുക്ക് ഉപ്പ് വേണം. ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. 2 മിനിറ്റ് ഇതിലൊന്ന് പിടിക്കട്ടെ. മാരിനേറ്റ് ചെയ്ത് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കും. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ എപ്പോഴും സിമ്മിലോ അല്ലെങ്കിൽ കുറച്ചേ ഇടാവുള്ളൂ. നമ്മൾ ബട്ടർ ഇടുമ്പോൾ തീ കൂടുതലാണെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ പാനിലേക്ക് സ്വല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ചെറിയൊരു ബ്ലോക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഇത് പറയാൻ വിട്ടുപോയി. വെളുത്തുള്ളി നല്ല ഒരു ടേസ്റ്റ് അതിന് കൂട്ടും നമ്മളുടെ സാലഡിന്. നമ്മൾ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് അരിയണം. ബട്ടറിൽ ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ബട്ടറിൽ കിടന്ന് ഈ വെളുത്തുള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് സ്ട്രൈപ്സ് ഇട്ട് കൊടുക്കാം. തിന്നായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിനധികം കുക്കിംഗ് ടൈം വരത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തിട്ട് നമുക്ക് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് നന്നായിട്ട് കുക്കാവും. നമ്മളിപ്പം അടച്ച് വെച്ച് 2 മിനിറ്റായി. ഇത് കണ്ടോ, ചിക്കനെല്ലാം അതിൻ്റെ അകത്തു നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്നത് വെന്തോളും. ഈ ഒരു വാട്ടറിൽ തന്നെ ഇരുന്ന് നമ്മളുടെ ബാക്കി വെജിറ്റബിൾസും കൂടെ വേവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് ചേർത്ത് വെജിറ്റബിളിന് ആവശ്യമായ നമ്മുടെ പച്ചക്കറിക്ക് ഉപ്പ് വേണമല്ലോ, അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ലൈറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. നമ്മളൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി നോക്കാം. ഉണ്ട്, അതിൽ നിന്ന് ഇനിയും നമുക്ക് വെള്ളം വറ്റാനുണ്ട്. നമുക്ക് അതിൽ തന്നെ ഇരുന്ന് അപ്പോൾ ആ പച്ചക്കറികളെല്ലാം ഒന്നും കൂടി ഒന്ന് സോഫ്റ്റാവും. നമ്മൾ സാലഡ്സ് അധികം വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ പാടില്ല. ആ ഒരു ചെറിയൊരു ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബറും അതിൻ്റെ എല്ലാ ഗുണങ്ങളും പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ മാത്രം ജസ്റ്റ് ഒന്ന് വേവിക്കും. ഈ ഒരു വെള്ളം വറ്റുന്നതിൻ്റെ തൊട്ട് മുന്നിലെ സ്റ്റേജ് ആകുമ്പം നമുക്കതിലേക്ക് നമ്മളുടെ ടേസ്റ്റ് ഇതാക്കാൻ വേണ്ടി കുറച്ച് ഒറഗാനോ,
കുറച്ച് റോസ്മേരി, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റേജിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര്, ഒരു പുളി വരുന്നത് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. കൂടാതെ നമുക്ക് വൈറ്റമിൻ സിയും നമ്മളുടെ ബോഡിയിലേക്ക് കയറും. അതിനു വേണ്ടി കുറച്ച് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന്, നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് തൊട്ട് മുന്നേ നമ്മളുടെ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് നമുക്കത് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. സാലഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമെല്ലാം വറ്റി ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കത് പക്ഷെ കടിക്കാൻ ആ ക്രിസ്പിനെസ് പോരുത്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. നമ്മളുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളും ഇതൊന്ന് നൈറ്റ് ഡിന്നർ റെസിപ്പി ആയിട്ടോ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് നമുക്ക് സാലഡ് കഴിക്കണം തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ.